സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ്. അമ്മ കുറേ നാളോട്ട് എൻ്റെ അമ്മ പറയുന്നുണ്ട് ആഴിമല അമ്പലത്തിൽ പോകണം. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് പോകണം. ഇന്ന് എന്തായാലും പോകാൻ വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിക്ക് കയറി തൊഴാനായിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഗൈസ്. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. അമ്പലം 5 മണിക്ക് തുറക്കും. ഇപ്പം സമയം 4:54. അങ്ങനെ നമ്മൾ താഴെ കാർ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. മുകളിലാണ് അമ്പലം. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഷിപ്പ് പോണ്. പിന്നെ നല്ല രസമുണ്ട് ആ ഒരു ബീച്ച് സൈഡാണ് കാണാൻ. അങ്ങനെ നമ്മളിവിടെ നിന്ന് അത് കാണുവാണ്. ഇനി മേലോട്ട് പോകണം നമുക്ക്. ആ മാമ അവിടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എന്തോ ഒരു സംഭവം ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കുവാണ്. പക്ഷെ എന്തോ സംഭവം എന്നറിയാൻ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് ശിവൻ്റെ അടുത്ത് വന്നു. അതാണ് അമ്പലം. അവിടെ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തുകൂടാ അവിടെ നിന്ന്. അപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് താഴെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കമ്മൽ മിസ്സായിപ്പോയി ഗൈസ്. ഇനിയിപ്പം പോട്ട് നമുക്ക് താഴെ പോവാം. അങ്ങനെ നമ്മൾ താഴെ വന്നു. താഴെ നല്ല തിരക്കുണ്ട് ബീച്ചിൽ. അതെനിക്ക് തന്നെ നല്ല രസമാണ് ഇവിടെ നിന്ന് മേലോട്ടൊക്കെ നോക്കാൻ. പിന്നെ വേറെന്താണ്, കൂടുതലും അയ്യപ്പന്മാരാണ് കേട്ടോ. ഇപ്പം ഈ ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്ന അയ്യപ്പന്മാരൊക്കെയാണ് കൂടുതലും ഇവിടെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിൽ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.